ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മളുടെ CMI ഇന്ററിൻ്റെ എക്സാമിനേഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നോർമൽ ഒരു ഡിക്ലറേഷൻ്റെ സമയം അനുസരിച്ച് സാധാരണ പൊതുവെ എന്താണ് ഡിക്ലെയർ ചെയ്തത് ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു 7 AM ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നോർമൽ നമുക്ക് സെർച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട, കാമായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ലോഡ് ആകാൻ സമയം എടുക്കും. കാരണം ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നോക്കുക, ആ ഒരു എക്സാമിനേഷൻ ടാബിലേക്ക് നോക്കുക. ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ആ ടാബ് എക്സാമിനേഷൻ ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. രജിസ്ട്രേഷൻ നമ്പറൊക്കെ തെറ്റാതെ എൻ്റർ ചെയ്യുക. നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷനിൽ എന്താകും. സോ നോ വറീസ്, ഒരു രീതിയിലുള്ള പ്രശ്നം നമുക്ക് വേണ്ട. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിനെ നേരിടുന്ന രീതിയിൽ എന്താണ്, നമ്മൾ എഴുതിയത് 90% ആണെങ്കിൽ ഒരു 10% നമ്മൾ ആ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണ്. ഒരുപക്ഷെ പാസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും ഇതോടുകൂടി ഒന്നും ലൈഫ് തീരുന്നില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം ഈ ഒരു സംഭവം ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം നാളത്തെ ഫുൾ ഡേ എന്താണ്, നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്നു, നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കാം എന്താണ് നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം നിങ്ങൾ പാസ്സാണെങ്കിലും ഫെയിൽ ആണെങ്കിലും എന്താണ്, അപ്പോൾ നമുക്ക് നല്ലപോലെ അതെന്താണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്തായി, പാസ്സായോ ഫെയിലായോ. അപ്പോൾ നമ്മുടെ രീതിയിൽ എന്താണ്, നമ്മൾ പല രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ആ വീഡിയോസും ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും തന്നെ അതിൽ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. നിങ്ങൾ ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താണ് നമുക്ക് പോകാനുള്ള വലിയൊരു പ്രചോദനമായിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ റിസൾട്ടിൽ കാണാം.